വഖഫല്ലാന്ന് പറയുന്ന ആളുകൾ പറയുന്ന വാദം ഇതിലൊരു കണ്ടീഷൻ ഉണ്ടെന്നാണ്. ആ കണ്ടീഷൻ എന്ന് വെച്ചാൽ ആ കണ്ടീഷൻ തന്നെ വഖഫ് സ്ഥിരപ്പെടുത്താനുള്ളൊരു കണ്ടീഷനാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ 1950 ഫാറൂഖ് കോളേജിൽ തുടങ്ങിയ സമയമാണ്, അതിൻ്റെ ശൈശവ ദശയാണ്. ഫാറൂഖ് കോളേജിൽ നിന്നുപോയി അല്ലെങ്കിൽ ഫാറൂഖ് കോളേജിൽ നിന്ന് ആവശ്യമില്ലാതെ വന്ന് ഇത് അന്യാസനപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് അതിൽ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വഖഫിൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നാൽ ആ കുടുംബം മുത്തവല്ലിയായി ആ വഖഫിൻ്റെ ഉദ്ദേശം നടപ്പാക്കും എന്നുള്ളതാണ് ആ ആധാരത്തിൽ നിന്ന് ആ ഡോക്യുമെൻറ്റിൽ നിന്ന് കാണുന്നത്. അപ്പോൾ അതൊരിക്കലും വഖഫല്ലാന്ന് പറയാൻ കഴിയില്ല. വഖഫിൽ ഒരു വഖഫ് ആധാരത്തിൽ കണ്ടീഷൻ സാധാരണ വെച്ചാൽ ആ കണ്ടീഷനും അസാധുവായി പോകും. ഈ കണ്ടീഷൻ അസാധു ആവില്ല, കാരണം ഇത് വെച്ചിരിക്കുന്നത് നേരായ മാർഗത്തിലുള്ള ഒരു കണ്ടീഷനാണ്.